ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും ചെറിയൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അതായത് ഒരു 7 മണി മുതൽ 8 മണി വരെയുള്ള ചെറിയൊരു മിനി മോർണിംഗ് ഡേ ഇൻ ലൈഫ് എന്ന് പറയാവേ. അപ്പോൾ ഇത് രാവിലെ തന്നെ കുഞ്ഞു എണീച്ചിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ നമ്മൾ എണീക്കുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ കുഞ്ഞു എണീക്കും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. കാരണം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുഞ്ഞു കരയും. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ മാർഗം. ചില ദിവസങ്ങളാണെങ്കിൽ താമസിച്ചായിരിക്കും എണീക്കുന്നത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടയപ്പം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കോഴിക്കട്ട അങ്ങനെ പറയുന്ന സാധനമാണേ, മധുരമൊക്കെ വെച്ചിട്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് പറയണം. അപ്പം ഞാൻ അരിപ്പൊടിയിൽ നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയിലോട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അത് ഞാനാണെങ്കിൽ തണുത്ത വെള്ളത്തിലാണ് ഉണ്ടാക്കിയത്, ചൂടുവെള്ളത്തിലല്ലായിരുന്നു. ഭയങ്കര കട്ടിയായിട്ട് ഭയങ്കര കട്ടിയായിരുന്നു, കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, ഒരു ടേസ്റ്റില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചൂടുവെള്ളത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് നമ്മളുണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആണെങ്കിലും ചായയുടെ കൂടെയും കഴിക്കാം, രാവിലെ ആണെങ്കിലും കഴിക്കാം, അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടത്തെയും കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇതുണ്ട്. നമ്മൾ ഫോർക്ക് ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ കൈ ആണെങ്കിൽ നന്നായിട്ട് പൊള്ളും. കാരണം തിളച്ച വെള്ളമാണ്, കാപ്പിക്ക് വേണ്ടി വെച്ച വെള്ളം അതിൽ നിന്നാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ആ പാത്രത്തിലോട്ട് കാപ്പിക്കുള്ള വെള്ളം വേറെ വെച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ ചിരണ്ടാന്ന് വിചാരിച്ചു. തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരണ്ടാന്ന് വിചാരിച്ചിട്ടോ. തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഞാൻ തേങ്ങ ചിരണ്ടിത്തരാം എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇടയ്ക്ക് നാക്ക് വെള്ളുന്നുണ്ട്, സാരമില്ല. അങ്ങനെ എൻ്റെ കുട്ടി തേങ്ങ ചിരണ്ടിത്തരും കേട്ടോ, പാവം എൻ്റെ കുട്ടി. ചില ദിവസങ്ങളിൽ തേങ്ങ ചിരണ്ടുന്നൊക്കെ ചിലപ്പോൾ കുട്ടിയായിരിക്കും കേട്ടോ. കുട്ടി എന്നെ വളരെയധികം സഹായിക്കാറുണ്ട്. എൻ്റെ കുട്ടി പാവം കുട്ടിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞ് കരയുമ്പോഴൊക്കെയാണെങ്കിലും വൈകിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് ചിലപ്പോഴൊക്കെ കിച്ചണിൽ കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട് ഇപ്പം. അപ്പോഴാണ് എൻ്റെ കുട്ടി എല്ലാ കറിയും മീൻ കറിയൊക്കെ വെച്ച് തരുന്ന കുട്ടിയാട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടി തന്നെ പഞ്ചസാര ഇടുന്നുണ്ട് നമ്മുടെ ചായക്ക്, പിന്നെ തേയിലപ്പൊടിയും ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് വലിയ ജോലി ഇല്ലായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് വലിയതായിട്ട് കിച്ചണിൽ നിൽക്കേണ്ട വന്നില്ല. അത് ഞാൻ ഇപ്പോൾ ശർക്കര എടുത്തുകൊണ്ട് വന്നേ. ഞാൻ ശർക്കര ഇടിച്ച് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇടിച്ചിട്ടാണെങ്കിൽ വരുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് ചിരണ്ടി തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ചിരണ്ടി തരുന്ന സമയത്ത് ഞാൻ തന്നെ കാപ്പി ഗ്ലാസ്സിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ടേബിളിൽ കൊണ്ടുവെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാപ്പി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാപ്പി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചോറ് തിളച്ചായിരുന്നേ. ചോറ് എപ്പോഴും തിളപ്പിച്ച് ഊറ്റിയാണ്. സ്കൂളിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് ചോറ് വൈകിട്ട് വെക്കുന്നു, രാവിലെ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരകിയതും പിന്നെ നമ്മുടെ ശർക്കരയും പിന്നെ അതിനകത്ത് കുറച്ച് ഞാനാണെങ്കിൽ ജീരകവും കൂടി മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഒന്ന് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചത് ഫോർക്ക് മാറ്റിയപ്പോൾ തന്നെ പാത്രം വളരെ ചെറുതായതുകൊണ്ട് ചൂട് പോയില്ലായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. അയ്യോ, അത് ഞാൻ എന്നെടുത്തു. അത് വേറൊരു പ്ലേറ്റിലോട്ട് ഇടാമെന്ന് വിചാരിച്ചേ. വേണമെങ്കിൽ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് അതിൽ തന്നെ തണുത്തിട്ടൊക്കെ വെക്കാം. പക്ഷേ എനിക്ക് തീരെ സമയമില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ ജോലിക്ക് പോകാനായിട്ട് ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേഗം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രത്തിലോട്ടാക്കിയിട്ട് ഉരുളയാക്കാമെന്ന് വിചാരിച്ച് പാത്രത്തിലോട്ടാക്കി കുഴയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ രാവിലത്തെ പലഹാരങ്ങളൊക്കെ എന്താണെന്ന് പറയണം. പിന്നെ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം.